എറണാകുളം കരിമുകൾ സ്വദേശിയായ 14-കാരി നിഹാല ഫാത്തിമയെ കാണാതായിട്ട് ഇന്നേക്ക് 3-ാം ദിവസം. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് നിഹാലയെ കാണാതായത്. ഇന്നലെ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധിച്ചിരുന്നു. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, ഗുഡ് മോർണിംഗ് വിപിൻ. വിപിൻ, ഈ കരിമുകൾ സ്വദേശിയായ 14-കാരി നിഹാല ഫാത്തിമയെ കാണാതായിട്ട് ഇതിപ്പോൾ 3-ാം ദിവസമാണ്. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടോ? എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിഗമനത്തിലെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഡോഗ് സ്ക്വാഡൊക്കെ എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയല്ലോ, വിവരങ്ങൾ എന്താണ്? ഇതുവരെയും അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശങ്കയായി തുടരുന്നത്. ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കുന്നു. കരിമുകൾ സ്വദേശിയാണ് നിഹാല ഫാത്തിമ. 14 വയസ്സാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതായത് ഒരു 12 മണിയോടുകൂടി വീടിന്റെ വാതിലും ഗേറ്റും തുറന്നു കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് നിഹാല വീട്ടിലില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ കരിമുകളിന് തൊട്ടടുത്തുനിന്ന് CCTV ദൃശ്യങ്ങളിൽ നടന്നു പോകുന്ന 2 ബാഗുമായി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ആ പ്രദേശം വരെ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഡോഗ് സ്ക്വാഡിന്റെ ഒരു പരിശോധന കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും മറ്റേതെങ്കിലും വാഹനത്തിൽ കയറി പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ളൊരു തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വഴക്ക് നടന്നിരുന്നു. അതിനുശേഷമാണ് നിഹാല ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അമ്പലമേട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുകയാണ്. എവിടെയാണ് എന്നുള്ളതിന് ഇന്ന് എന്തെങ്കിലും ഒരു ക്ലൂ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ബന്ധുക്കൾക്കും ഉള്ളത്. ശരി, വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിഹാലയെ കണ്ടെത്തുന്ന ആ ഫോട്ടോ നമ്മൾ നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിക്കേണ്ടതാണ്. 3-ാം ദിവസമാണ് ഈ പെൺകുട്ടിയെ കാണാതായിട്ട് ഇന്നേക്ക് തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. പോലീസിന്റെ കയ്യിലുള്ള ആകെയുള്ള ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ മാത്രമാണ്. അതായത് ബാഗൊക്കെ എടുത്ത് പുറപ്പെട്ടു പോകുന്നത് പോലെ നമുക്ക് തോന്നുന്ന ചില ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഹാല രാത്രി 12 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഈ വാതിലും അതുപോലെ തന്നെ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിഹാല നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ്. പോലീസിന് ഒരുപക്ഷെ അവർക്ക് റെഫറൻസ് ഉള്ളത് ഈ ദൃശ്യങ്ങൾ മാത്രമാണ്. മറ്റൊരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല. 3 ദിവസമാകുന്നു നിഹാലയെ കാണാതായിട്ട്. 14 വയസ്സുള്ള നിഹാല ഫാത്തിമ എനിക്കൊന്ന് വീട്ടിൽ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കളുമായി എന്തോ തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് നിഹാലയെ വീട് വിടാൻ പ്രേരിപ്പിച്ചത്, ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധനയിൽ കണ്ടെത്തേണ്ടതാണ്. ഇന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടും എന്ന് നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.